പ്രിയ സഹോദരങ്ങളെ, ഈശോയെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. ഈശോ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും ചെയ്തു. മത്തായി 9:35. ഈ തിരുവചനം ഇന്നത്തെ ലോകത്തിലെ ആത്മീയ വരൾച്ചയിലേക്കും ധാർമ്മികമായ വെല്ലുവിളികളിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പാപത്തിൻ്റെ പിടിയിൽ ഞെരുങ്ങുന്ന ആശ്വാസം തേടുന്ന ആത്മാക്കൾ ഇന്നും അനവധിയാണ്. ഈശോയ്ക്ക് അവരോട് കരുണ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ വലയുകയും തളരുകയും ചെയ്തിരുന്നു. ലഹരി, അക്രമം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ എന്നിവയാൽ ഇന്ന് നമ്മുടെ സമൂഹം കലുഷിതമാണ്. ഈ സാഹചര്യത്തിൽ സഹോദരങ്ങളെ, വിളവെടുപ്പ് ഏറെയും വേലക്കാർ ചുരുക്കവുമാണെന്ന തിരിച്ചറിവ് നമ്മെ ഉണർത്തണം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അയച്ചതുപോലെ നാം ഓരോരുത്തരും ഈ ലോകത്തിലെ തിന്മകൾക്കെതിരെ സുവിശേഷത്തിൻ്റെ പ്രകാശം വീശാൻ കടപ്പെട്ടവരാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെ, നിങ്ങൾ പോകുന്നിടത്തെല്ലാം സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രഘോഷണമാകട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചത് ശ്രദ്ധേയമാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുക്കളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. ഈ ദൗത്യം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായുള്ള ഒരുക്കത്തിൻ്റെ പ്രാധാന്യത്തെ അടിവരയിടുന്നു. ലോകാവസാനം എപ്പോഴാണ് എന്നതിലുമുപരി എപ്പോഴും സജ്ജരായിരിക്കുക എന്നതാണ് പ്രധാനം. ഈശോയുടെ തിരുവചസ്സുകൾ നൽകുന്ന പ്രത്യാശയും ആശ്വാസവും വളരെ വലുതാണ്. അവിടുത്തെ കരുണയിൽ ശരണപ്പെട്ട് പാപബോധത്തോടെ വിശുദ്ധിയിൽ ജീവിച്ച് അവിടുത്തെ രാജ്യത്തിൻ്റെ സന്ദേശവാഹകരായി മാറുമ്പോൾ നാം ഓരോരുത്തരും അവിടുത്തെ രണ്ടാം വരവിനായി ഒരുങ്ങുകയാണ്. സഹോദരങ്ങളെ, ഈ ദൗത്യം വളരെ ക്ലേശകരമായി തോന്നാമെങ്കിലും കർത്താവിൻ്റെ കൃപ നമ്മെ താങ്ങും. അവിടുത്തെ വഴികളിൽ ഉറച്ചു നിന്ന് സഹോദരങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടുത്തെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു വിശുദ്ധ യാത്രയാക്കി മാറ്റാം. ദൈവം നിങ്ങളെ സമ്പുഷ്ടമായി അനുഗ്രഹിക്കട്ടെ.